Good morning, everyone. I welcome you all to a new session of Curriculum and Resource Development. Today, we are going to discuss about a new topic, that is module number 3, types of curriculum. Curriculum is divided into 7 types. They are activity-oriented curriculum, child-centered curriculum, subject-centered curriculum, community-based curriculum, core curriculum, hidden or implicit curriculum, and explicit curriculum. First one is activity-oriented curriculum. From the name itself, we can understand that what this type of curriculum depicts. It's also known as project curriculum or experience curriculum. ഇന്നത്തെ നമ്മുടെ സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കരിക്കുലമാണ് ആക്ടിവിറ്റി ഓറിയന്റഡ് കരിക്കുലം. ക്ലാസ് റൂമുകളിൽ കുട്ടികൾക്ക് ലഭിക്കുന്ന എക്സ്പീരിയൻസ്, ആ എക്സ്പീരിയൻസിലൂടെ അറിവിനെ നേടിയെടുക്കുക എന്നുള്ളതാണ് ആക്ടിവിറ്റി ഓറിയന്റഡ് കരിക്കുലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരിക്കൽ റൂസോ പറഞ്ഞിരിക്കുന്നത് പോലെ, ഇൻസ്റ്റെഡ് ഓഫ് മേക്കിംഗ് ദ ചൈൽഡ് സ്റ്റിക്ക് ടു ഹിസ് ബുക്ക്, ഇറ്റ് കീപ് ഹിം ബിസി ഇൻ ദ വർക്ക്ഷോപ്പ്. പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാകാൻ പാടില്ല കുട്ടികളുടെ അറിവ് എന്ന് പറയുന്നത്. പുസ്തകത്തിന് പുറത്തുള്ള പുതിയ കാര്യങ്ങളെ പറ്റിയും കുട്ടികൾക്ക് അറിയാനായിട്ട് സാധിക്കണം. ഇറ്റ് മേക്ക് യൂസ് ഓഫ് ദ പ്രിൻസിപ്പിൾ ലേണിംഗ് ബൈ ഡൂയിങ്. ലേണിംഗ് ബൈ ഡൂയിങ് എന്ന പ്രിൻസിപ്പിളിന്റെ അനുസരിച്ചാണ് ഈ ആക്ടിവിറ്റി ഓറിയന്റഡ് മെത്തേഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. Its origin can be traced from the beginning of the 20th century. 20ാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടം മുതലാണ് ഈ ആക്ടിവിറ്റി ഓറിയന്റഡ് മെത്തേഡ് എന്ന് പറയുന്നത് പാഠ്യഭാഗത്തിന്റെ ഒരു ഭാഗമായി മാറിയത്. One of the most important tasks of a teacher is to provide activities for each objective. The subject matter is translated in terms of activities, and these activities provide certain experience, and through this experience the individual gain knowledge, which means the knowledge gained is through experience. Activity oriented method is used as a medium for imparting knowledge, skill and attitude. ക്ലാസ് റൂമുകളിൽ കുട്ടികൾക്ക് ലഭിക്കുന്ന ആക്ടിവിറ്റീസ് ആണ് അവരുടെ അറിവ്, കഴിവുകൾ എല്ലാത്തിനെയും വികസിപ്പിക്കുവാനായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ആക്ടിവിറ്റി ഓറിയന്റഡ് മെത്തേഡ്. Advantages of activity oriented method are: it give importance to creativity of students. കുട്ടികളുടെ ക്രിയാത്മകമായ കാര്യങ്ങൾക്കാണ് ആക്ടിവിറ്റി ഓറിയന്റഡ് മെത്തേഡ് പ്രാധാന്യം നൽകുന്നത്. The second one is it develops physical, mental, emotional aspects through tasks. കുട്ടികൾക്ക് ലഭിക്കുന്ന പരിശീലനങ്ങളിലൂടെ അല്ലെങ്കിൽ കുട്ടികൾക്ക് ലഭിക്കുന്ന ആക്ടിവിറ്റീസിലൂടെ അവരുടെ ഫിസിക്കൽ ആയിട്ടുള്ളതും മെന്റൽ ആയിട്ടുള്ളതും ഇമോഷണൽ ആയിട്ടുള്ളതുമായ വികസനങ്ങൾ നടക്കുന്നു. Better understanding through practicing tasks. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുന്നത് കൂടുതൽ ടാസ്കുകൾ ചെയ്യുന്നതിലൂടെയാണ്. അതായത് കൂടുതൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലൂടെയാണ് നോളജ് ഡെവലപ്പ് ചെയ്യുന്നത്. It has psychological participation. മനഃശാസ്ത്രപരമായ ഒരു സമീപനമാണ് ഈ ആക്ടിവിറ്റി ഓറിയന്റഡ് കരിക്കുലം എന്ന് പറയുന്നത്. കുട്ടികളുടെ പൂർണ്ണമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് ഓരോ ആക്ടിവിറ്റിയിലും ഉണ്ടെങ്കിൽ അവർക്ക് ആ ഒബ്ജക്റ്റീവ്സ് വളരെ നല്ല രീതിയിൽ അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് ദെയർ പേഴ്സണാലിറ്റീസ്, സോഷ്യൽ ട്രൈറ്റ്സ് ആൻഡ് ഇന്റർപേഴ്സണൽ മാനേജ്മെന്റ് സ്കിൽസ്. Now the disadvantages of this curriculum are: it takes more time to plan and organize. കൂടുതൽ സമയം ആവശ്യമായി വരുന്നു. ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ചെറിയൊരു ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടി കുറച്ചധികം സമയം വിനിയോഗിക്കേണ്ടതായിട്ട് വരുന്നു. Lack of active participation lead to waste of time.
കുട്ടികൾ നല്ല രീതിയിൽ ആക്ടിവിറ്റീസിൽ എല്ലാവരും ഒരേപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കരിക്കുലർ ടൈപ്പും കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു കരിക്കുലത്തിൽ പ്രവർത്തിക്കുന്നതും കൊണ്ട് കാര്യമായ ഒരു പ്രയോജനം ഉണ്ടാവില്ല. അതൊരു വേസ്റ്റ് ഓഫ് ടൈം ആകും. ഇറ്റ് നീഡ്സ് എ ഹൈലി കോമ്പിറ്റന്റ് ടീച്ചർ ടു പ്ലാൻ ആൻഡ് മാനേജ്. ഒരു സാധാരണ ഒരു അധ്യാപികയെ കൊണ്ട് അല്ലെങ്കിൽ അധ്യാപകനെ കൊണ്ട് ഒരു ആക്ടിവിറ്റി ഓറിയന്റഡ് ക്ലാസ്സും നല്ല രീതിയിൽ എഫക്റ്റീവായും ക്രിയേറ്റീവായും കൊണ്ടുപോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ ആ അധ്യാപകനോ അധ്യാപികയോ കൂടുതലായി ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിരിക്കുന്നു. നോട്ട് യൂസ്ഫുൾ ഫോർ എ ഹെട്രോജീനിയസ് ക്ലാസ്. ഹെട്രോജീനിയസ് ആയിട്ടുള്ള ഒരു ക്ലാസ് ടൈപ്പിന് ഇത് അത്ര അനുയോജ്യമായിട്ടുള്ള ഒന്ന് അല്ല. എന്ന് വെച്ചാൽ നോട്ട് ടു ഇൻഡിവിജ്വൽ ഹ്യൂമൻ ബീയിങ്സ് ആർ ഈക്വൽ. നമ്മളുടെ AG ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി ഒക്കെ പോലെ ഒരു ക്ലാസ് റൂമിൽ 30 കുട്ടികളുണ്ടെങ്കിൽ ആ 30 കുട്ടികൾക്കും 30 തരം കാഴ്ചപ്പാടുകളും 30 തരം അനുഭവങ്ങളും ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഹെട്രോജീനിയസ് ആസ്പെക്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ള ഒരു ക്ലാസ്സിൽ ഇങ്ങനെ ക്രിയേറ്റീവായി കൊണ്ടുപോവുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരേപോലെ ക്രിയാത്മകമായി നിന്നാൽ മാത്രമേ ആക്ടിവിറ്റി ഓറിയന്റഡ് മെത്തേഡിന് കൂടുതൽ മികച്ചതാകുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. അല്ലാതെ ഉള്ള ഒരു സാധാരണ ക്ലാസ് റൂമുകളിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. നെക്സ്റ്റ് ഈസ് ചൈൽഡ് സെന്റേർഡ് കരിക്കുലം. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ലേണർ സെന്റേർഡ് കരിക്കുലം. ഇവിടെയും ആ കരിക്കുലത്തിന്റെ വാക്ക് അല്ലെങ്കിൽ പേര് ഉദ്ദേശിക്കുന്നത് തന്നെ ചൈൽഡ് സെന്റേർഡ് ആണ്. ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം തന്നെ കുട്ടികളുടെ സോഷ്യൽ ആയിട്ടുള്ള, ഇമോഷണൽ ആയിട്ടുള്ള, ഇന്റലക്ച്വൽ ആയിട്ടുള്ള കപ്പാസിറ്റീസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. The main aim of this curriculum is to develop the individual and social qualities of a student. കുട്ടികളുടെ വ്യക്തിപരമായും സാമൂഹികപരമായുമുള്ള കപ്പാസിറ്റീസ് അല്ലെങ്കിൽ ക്വാളിറ്റീസ് ഇവയെ മുൻപോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ചൈൽഡ് സെന്റേർഡ് കരിക്കുലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇറ്റ് ഫോളോസ് ദ നാച്ചുറൽ ക്യൂരിയോസിറ്റീസ്, ഇൻട്രസ്റ്റ് ആൻഡ് പാഷൻ. കുട്ടികൾക്ക് ഒത്തിരി സംശയങ്ങളും ഒത്തിരി ചോദ്യങ്ങളും ഒക്കെ അവരുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ ആ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷണൽ ടെക്നിക്കാണ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ കരിക്കുലർ അപ്രോച്ചാണ് ചൈൽഡ് സെന്റേർഡ് കരിക്കുലം എന്ന് പറയുന്നത്. ഇവിടെ അവരുടെ ക്യൂരിയോസിറ്റീസ്, ഇൻട്രസ്റ്റ്, പാഷൻ ഇതിനൊക്കെയാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ഇൻ ദിസ് കരിക്കുലം ദ ചൈൽഡ് ടേക്ക് കമാൻഡ് ഓഫ് ദെയർ ഓൺ ലേണിംഗ്. ആ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിന്റെ പ്രാധാന്യം ഏറ്റെടുക്കുന്നത്, ഈ ഒരു കരിക്കുലർ അപ്രോച്ചിൽ ഏറ്റെടുക്കുന്നത് കുട്ടികൾ തന്നെയാണ്. കുട്ടികളാണ് തീരുമാനിക്കുന്നത് എന്താണ് പഠിക്കേണ്ടതെന്നും എന്താണ് മനസ്സിലാക്കേണ്ടതെന്നും അല്ല. അങ്ങനെയുള്ള ഒരു കോപ്പറേറ്റീവ് സ്ട്രാറ്റജി എന്നും കൂടെ നമുക്ക് വിനിയോഗിക്കാം. ചിൽഡ്രൻ co-create the learning objectives and goals with the help of teacher. എന്ന് വെച്ചാൽ അധ്യാപകർക്ക് ഇവിടെ തീരെ റോൾ ഇല്ല എന്നല്ല, അധ്യാപകരും കുട്ടികളും ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് ഒബ്ജക്റ്റീവ്സും ഗോൾസും എല്ലാം ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ചിൽഡ്രൻ ആർ പ്ലാനിങ്, testing, questioning and experimenting to construct the knowledge about people, objectives, events, ideas, etc. ഇവിടെ കുട്ടികൾ തന്നെ പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. Here they just planning for do something, testing, questioning, experimenting, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ അവർ പല ഏരിയയിലൂടെ കുട്ടികൾ കടന്നു പോകുന്നു. അങ്ങനെയുള്ള കടന്നുപോക്കുകൾ മൂലം അവിടെ ഒരു നോളജ് ഡെവലപ്പ് ചെയ്യുന്നു. നോളജ് അബൌട്ട് ഒബ്ജക്ട്, പീപ്പിൾ, ഇവന്റ്, ഐഡിയാസ് എക്സെട്ര. Advantages and disadvantages of child-centered curriculum. In child-centered curriculum, children become independent, responsible and confident. കുട്ടികൾ സ്വയമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുവാനും കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കുവാനും കൂടുതൽ കോൺഫിഡൻസ് എല്ലാം നേടിയെടുക്കുവാനായിട്ട് ചൈൽഡ് സെന്റേർഡ് കരിക്കുലം സഹായിക്കുന്നു. ഇറ്റ് മെയിൻറ്റെയിൻ ചൈൽഡ് ഇൻട്രസ്റ്റ്. കുട്ടികളുടെ താല്പര്യം എപ്പോഴും നിലനിർത്തുവാനായിട്ട് സാധിക്കുന്നു. Because the child decides what to learn and how to learn. അവരാണ് തീരുമാനിക്കുക, കുട്ടികളാണ് തീരുമാനിക്കുക എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന്. അപ്പോൾ അവർക്ക് എപ്പോഴും ആ എഡ്യൂക്കേഷണൽ പ്രോസസ്സിലേക്ക് ഒരു താല്പര്യം നിലനിർത്താനായിട്ട് സാധിക്കുന്നു. Opportunity to invert and discover together.
ഒന്നിച്ചു ചേർന്നിരുന്ന് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും എല്ലാം സാധിക്കുന്നു. ഡെവലപ്പ് പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി, ഡെവലപ്പ് സെൽഫ് കൺട്രോൾ, അവോയ്ഡ് ബോർഡൻ. ഒന്നിച്ചുള്ള ഒരു പ്രവൃത്തി ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു കുട്ടികൾ കൂട്ടായി ചേർന്നുള്ള പ്രവൃത്തികളായതുകൊണ്ട് അവിടെ ഒരു സെൽഫ് കൺട്രോളും പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റിയും അതുപോലെ തന്നെ ബോർഡൻ എന്ന് പറഞ്ഞ ഒരു കാര്യമൊന്നും അവിടെ സംഭവിക്കുന്നില്ല. ഗെയിൻ നോളജ് ആൻഡ് സ്കിൽസ് ഇൻ ഏരിയസ് ലൈക്ക് ക്രിയേറ്റീവ് റെപ്രസെന്റേഷൻ, തോട്ട് ആൻഡ് ലിറ്ററസി, സോഷ്യൽ റിലേഷൻസ് യൂസിങ് സ്പേസ് ആൻഡ് ടൈം. പരമാവധി സാമൂഹികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പഠന സമ്പ്രദായ രീതിയാണ് ചൈൽഡ് സെന്റേർഡ് കരിക്കുലം. Disadvantages are possibilities of misinterpretation. പല കാര്യങ്ങളെ ഇവിടെ തെറ്റിദ്ധരിക്കാനുള്ള ഒരു സാധ്യത ഈ ടൈപ്പ് ഓഫ് കരിക്കുലത്തിൽ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചു നാൾ മുമ്പ് ഒരു സിനിമ ഇംഗ്ലീഷ് മീഡിയം എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ടായിരുന്നു, ശ്രീനിവാസനൊക്കെയുള്ള സിനിമ. അതിൽ ഈ പറഞ്ഞ ചൈൽഡ് സെന്റേർഡ് കരിക്കുലത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതൊരു മിസ്ഇന്റർപ്രിട്ടേഷൻ ആണ്. അങ്ങനെ കുട്ടികൾ രാവിലെ വന്ന് അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിലേക്ക് എത്തി മരം കയറുന്നതോ അല്ലെങ്കിൽ ഓടുന്നതോ ചടുന്നതോ മാത്രമല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഒരു ചൈൽഡ് സെന്റേർഡ് കരിക്കുലത്തിൽ ഉള്ളത്. ഇവിടെയും കൃത്യമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അവര് മരത്തെ കയറാനോ ചാടാനോ തലകുത്തി മറിയാനോ അല്ല സ്കൂളിലേക്ക് എത്തുക. അപ്പൊ ഇങ്ങനെ മിസ്ഇന്റർപ്രിട്ടേഷൻ സംഭവിക്കാറുണ്ട്. ആ ഒരു മിസ്ഇന്റർപ്രിട്ടേഷൻ ആണ് അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് മൂവിയിലേക്ക് പോയത് എന്ന് എനിക്ക് തോന്നുന്നു. Disadvantages are the basic purpose of the establishment of schools were ignored. സ്കൂളിലെ നമ്മളിപ്പോ ഈ സ്ഥിരമായിട്ട് വെച്ചിരിക്കുന്ന കരിക്കുലമോ അല്ലെങ്കിൽ സിലബസ് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. കാരണം കുട്ടികളാണ് ഒബ്ജക്റ്റീവ്സ് ഡിസൈൻ ചെയ്യുന്നത്. സെലക്ഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഇസ് ഡിഫിക്കൽട്ട്. ഓരോ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ എങ്ങനെയുള്ള ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇറ്റ് ഫോക്കസ് ഓൺ ആക്ടിവിറ്റീസ് റാദർ ദാൻ സബ്ജക്ട്. ആക്ടിവിറ്റീസിനാണ് സബ്ജക്റ്റിനേക്കാൾ കൂടുതലായി പ്രാധാന്യം കൊടുക്കുന്നത്. The school values are ignored. സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും അവിടെ ഇഗ്നോർ ചെയ്യപ്പെടുന്നു. These are the disadvantages of child centered curriculum. Next is subject centered curriculum. It's also known as traditional curriculum or book centered curriculum or knowledge centered curriculum. നമ്മുടെ ഇന്ത്യൻ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ടൈപ്പ് ഓഫ് കരിക്കുലമാണ് ഈ സബ്ജക്ട് സെന്റേർഡ് കരിക്കുലം എന്ന് പറയുന്നത്. നമ്മുടെ പുരാതനമായിട്ടുള്ള മുനിമാര്, ഋഷിമാര് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ വളരെ ഏൻഷ്യൻ പീരീഡില് ഈ വേദങ്ങളോ ഉപനിഷത്തുകളോ എല്ലാം പഠിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ടൈപ്പ് ഓഫ് അപ്രോച്ച് ആണ് ഈ ട്രഡീഷണൽ കരിക്കുലം അല്ലെങ്കിൽ സബ്ജക്ട് സെന്റേർഡ് കരിക്കുലം എന്ന് പറയുന്നത്. അതിൽ മോഡേൺ എഡ്യൂക്കേഷണൽ ആസ്പെക്റ്റിലേക്ക് കൊണ്ടുവന്നത് റാൽഫ് ടൈലർ ആണ് in 1949 through his book Basic Principles of Curriculum and Instruction. It more emphasis on subject in comparison to learner. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് സബ്ജക്റ്റിനാണ്. എന്താണ് പഠിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെ പഠിക്കുന്നു എന്നോ ആര് പഠിക്കുന്നു എന്നോ അവിടെ കാര്യമായ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഇറ്റ് ഗിവൻ ഗ്രേറ്റ് എംഫസിസ് ഓൺ നോളജ് ഇൻക്ലൂഡിംഗ് ഫാക്ട്, കോൺസെപ്റ്റ്, പ്രിൻസിപ്പിൾസ്, പ്രോസസ്, സ്കിൽ ആൻഡ് സബ്ജക്ട് കൺസേൺസ്. ഒരു സബ്ജക്റ്റിലെ, അത് ഏത് സബ്ജക്റ്റും ആയിക്കോട്ടെ, അതിപ്പോ ഹിസ്റ്ററി ആയാലും സയൻസ് ആയാലും, ആ സബ്ജക്റ്റിലെ ഫാക്ട്, അതായത് നോളജിനെ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന കോൺസെപ്റ്റ്സ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്, പ്രോസസ്, സ്കില്ല്, ഈ കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിരിക്കുന്നത്. ആൻഡ് ആൾസോ ഗിവൻ ഇമ്പോർട്ടൻസ് ദ സ്ട്രെസ് ഓൺ കോഗ്നിറ്റീവ് അറ്റൈൻമെന്റ് ഓഫ് learners and also the intellectual development. The assessment takes in form of formal examinations and standard based assessments. ഒരു 90s കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കേരളത്തിലൊക്കെയുള്ള ഇന്ത്യ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലെല്ലാം ഉണ്ടായിരുന്നത് ഒരു സബ്ജക്ട് സെന്റേർഡ് കരിക്കുലർ സിസ്റ്റമാണ്. Advantages and disadvantages of subject centered curriculum. The subject centered curriculum is the planning is easier and simpler. വളരെ ഈസി ആയിട്ട് ഒരു കരിക്കുലം ഒക്കെ ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഏത് സബ്ജക്റ്റ് ഏത് ഏരിയ പഠിക്കണമെന്ന് തീരുമാനിച്ചാൽ മാത്രം മതി. ആ കണ്ടന്റ് അവിടെ ഡയറക്ട്ലി അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ ദ ടീച്ചിങ് മെറ്റീരിയൽസ് ഓൾസോ ഡയറക്ട്ലി അവൈലബിൾ. ടീച്ചിങ് മെറ്റീരിയൽസും ഡയറക്ട്ലി തന്നെ അവൈലബിൾ ആകുന്നു. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ് സർട്ടൻ പ്രീ ഡിറ്റർമിൻഡ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സ് എല്ലാം നേരത്തെ തന്നെ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് പഠിപ്പിക്കേണ്ടതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒബ്ജക്റ്റീവ്സ് ഡിസൈൻ ചെയ്യുന്നത് ഒരു വലിയ ടാസ്ക് അല്ല. നേരെ മറിച്ച് ചൈൽഡ് സെന്റേർഡ് കരിക്കുലത്തിലോ ആക്ടിവിറ്റി സെന്റേർഡ് കരിക്കുലത്തിലോ ഒബ്ജക്റ്റീവ്സ് ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഒരു കോംപ്ലിക്കേറ്റഡ് ടാസ്ക് ആണ്.
an average teacher can manage the class. ഒരു സാധാരണ ഒരു ടീച്ചറിനൊക്കെ നല്ല രീതിയിൽ ഒരു സബ്ജക്ട് സെന്റർഡ് ക്ലാസ് റൂം മാനേജ് ചെയ്യാൻ പറ്റും. ബട്ട് the only thing is he or she must have the subject knowledge. സബ്ജക്ട് നോളജ് എന്ന് പറയുന്ന സംഗതി അത്യാവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ക്ലാസ്സുകളെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ആൻഡ് ഇറ്റ് മേക്ക് യൂസ് ഓഫ് ടെക്നിക്സ് ലൈക്ക് ഡ്രില്ലിംഗ്, മെമ്മറൈസേഷൻ എക്സെട്ര. ഡ്രില്ലിംഗ്, മെമ്മറൈസേഷൻ എന്ന് പറയുന്ന വളരെ പഴയ, അതായത് നമുക്കറിയാം പഴയ നമ്മുടെ ഏൻഷ്യന്റ് ഇന്ത്യയിലെ നമ്മൾ ഈ വേദങ്ങളൊക്കെ പഠിച്ചിരുന്ന ആൾക്കാർ നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മൾ വായിച്ചിട്ടുണ്ട്. ഐഡിയലിസത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ് ആണ് ഡ്രില്ലിംഗ്. വീണ്ടും 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 പറഞ്ഞ് ഉച്ചരിച്ച് പഠിക്കുക എന്നുള്ള ടെക്നിക്കാണ് ഡ്രില്ലിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ദ അതർ വൺ ഈസ് മെമ്മറൈസേഷൻ. മെമ്മറൈസേഷൻ മീൻസ് കാണാതെ പഠിക്കുക, വീണ്ടും വീണ്ടും വായിച്ചും മനസ്സിലാക്കിയും ഉള്ളിലേക്ക് ഗെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഉള്ളിലേക്ക് ആ നോളജിനെ എടുക്കുക, ആ സബ്ജക്ട് കോണ്ടന്റിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് മറ്റൊരു സംഗതി. അപ്പം ഡ്രില്ലിംഗ്, മെമ്മറൈസേഷൻ തുടങ്ങിയ ടെക്നിക്കുകളൊക്കെ ഉപയോഗിക്കുന്നുള്ളത് വെച്ചിട്ടാണ്. ദെൻ ലെസ് ടൈം ആൻഡ് എനർജി ഈസ് നീഡഡ്. അധ്യാപകരെ സംബന്ധിച്ചും വളരെ കുറച്ച് സമയം മാത്രം ഈ സബ്ജക്ട് സെന്റർഡ് കരിക്കുലത്തിൽ ഉപയോഗം വരുന്നുള്ളൂ. ആൻഡ് ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് സബ്ജക്ട് സെന്റർഡ് കരിക്കുലം ആർ ഇറ്റ് ലെസ് ഇമ്പോർട്ടൻസ് ടു സോഷ്യൽ ആൻഡ് പേഴ്സണൽ ഡെവലപ്മെന്റ്. വ്യക്തിപരമായിട്ടുള്ള സാമൂഹികപരമായിട്ടുള്ള വികസനങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളരെ ചെറിയ പ്രാധാന്യം മാത്രമാണ് സബ്ജക്ട് സെന്റർഡ് കരിക്കുലം നൽകുന്നത്. ഇറ്റ് ഇസ് എ റിജിഡ് കരിക്കുലം. വളരെ ഇടുങ്ങിയ ചിന്താഗതിയാണ് ഈ കരിക്കുലത്തിനുള്ളത്. ആ സബ്ജക്റ്റിന് മാത്രമാണ് അവിടെ പ്രാധാന്യം നൽകുക. സെപ്പറേഷൻ ഓഫ് സബ്ജക്ട് ഇസ് അദർ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വിഷയങ്ങളെയും അതിനെ വെവ്വേറെയായിട്ടാണ് കണക്കാക്കുക. നമ്മളിപ്പോ ആക്ടിവിറ്റി ഓറിയന്റഡ് കരിക്കുലത്തിലൊക്കെ അല്ലെങ്കിൽ നമ്മളിപ്പോ സ്കൂളുകളിൽ ഇപ്പം തുടർന്ന് പോകുന്ന സബ്ജക്റ്റുകൾ തമ്മിലുള്ള ഒരു ഏകോപനം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ആ ഒരു ഏകോപനം ഇവിടെ ഇല്ല. അത് തന്നെയാണ് അടുത്ത പോയിന്റും പറഞ്ഞത്, ലാക്ക് ഓഫ് ഇന്റഗ്രേഷൻ. ഒന്നിച്ച് ചേർക്കുന്ന ഒരു കോൺസെപ്റ്റ് സബ്ജക്ട് സെന്ററില്ല. ഇപ്പൊ ഫിസിക്സ് ആയാലും സയൻസ് ആയാലും അതിനെ ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും ഇംഗ്ലീഷ് ആയാലും മലയാളമായാലും അതിനെ സബ്ജക്ട് മാത്രമായി കാണുക. ഇവയെ ഒന്നിച്ച് കൺസിഡർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് വ്യൂ ഈ സബ്ജക്ട് സെന്റർഡ് കരിക്കുലത്തിന് ഇല്ല. ഇറ്റ്സ് പാസീവ് ലേണിംഗ്. ഈ ലെക്ചർ മെത്തേഡ് പോലെയുള്ള ടെക്നിക്കൊക്കെയാണ് സബ്ജക്ട് സെന്റർഡ് ലേണിംഗിൽ ഉപയോഗിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പാസീവ് ലേണിംഗ് ആയിരിക്കും. ഒരു ആക്റ്റീവ് ലേണിംഗിനുള്ള സാധ്യത സബ്ജക്ട് സെന്റർഡ് കരിക്കുലത്തിൽ വളരെ കുറവാണ്. ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ല. കുട്ടികൾ ചിന്തിക്കുന്നില്ല. സബ്ജക്റ്റിൽ എഴുതി വെച്ചിരിക്കുന്ന പാഠഭാഗങ്ങൾ അതേപടി ഉച്ചരിച്ചും മനഃപ്പാഠമാക്കിയും പഠിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സംഗതി. ഇറ്റ്സ് നോട്ട് എ ക്രിയേറ്റീവ് ആൻഡ് തോട്ട് പ്രൊവോക്കിംഗ്. ഈ ചിന്തകൾക്കും കുട്ടികളുടെ സ്വപ്നങ്ങൾക്കും അതങ്ങനെയുള്ള കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു ക്രിയാത്മകമായ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ കഴിവുകൾക്കോ ഒന്നും ഇവിടെ പ്രാധാന്യം നൽകുന്നില്ല എന്നുള്ളത് മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആണ് സബ്ജക്ട് സെന്റർഡ് കരിക്കുലത്തിന്റെ. നെക്സ്റ്റ് ഈസ് കമ്മ്യൂണിറ്റി ബേസ്ഡ് curriculum. It's also known as community-based education, also known as place-based learning, place-based education. All these are some other names of community-based education. By using this ideology, community is considered as a classroom. സമൂഹത്തിന് നമ്മളുടെ ചുറ്റുപാടുകൾക്കുമാണ് ഇവിടെ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ചുറ്റുപാടുകളിൽ നിന്നും സമൂഹത്തിൽ നിന്നും കമ്മ്യൂണിറ്റിയിൽ നിന്നും, അതായത് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നത് ചുറ്റുപാടുകളിൽ നിന്നാണ്. എക്സ്പീരിയൻസുകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക. ഇറ്റ് ലൈസ് സ്ട്രെസ് ഓൺ എക്സ്പീരിയൻസസ്. നമ്മൾ ആക്ടിവിറ്റി ഓറിയന്റഡ് പറഞ്ഞ പോലെ തന്നെ, പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ആക്ടിവിറ്റി ഓറിയന്റഡ് കരിക്കുലം ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റീവ് ഉണ്ട്. ആ ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് അവിടെ നൽകുക. ഇവിടെ കമ്മ്യൂണിറ്റി ബേസ്ഡ് കരിക്കുലം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഒരു ലൈക്ക് പ്രാക്ടീസിങ് ഫസ്റ്റ് എയ്ഡ് ഒക്കെ അങ്ങനെയുള്ള ഒരു ഏരിയ ഒക്കെ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് കരിക്കുലമാണ്. അതേ ഒരു അടിയന്തര സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ നിന്നും പ്രാക്ടീസിലൂടെ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് കരിക്കുലത്തിൽ ഉള്ളത്. ആക്ടിവിറ്റീസ് എയിം അറ്റ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്. ഒരു സാമൂഹികപരമായ ഒരു വികസനമാണ് ഇവിടെ എയിം ചെയ്യുന്നത്. ക്യാൻ ഗെയിൻ നോളജ്, retention, skill, acquisition, and preparation for adult life, etc. through societal experiences. സാമൂഹികപരമായിട്ടുള്ള ചില എക്സ്പീരിയൻസസ്. അതായത് ഇപ്പോ നമുക്ക് ഒരു ഡ്രൈവിംഗ് എന്ന കോൺസെപ്റ്റ് നമുക്ക് ആ ഒരു സ്കില്ല് നമുക്ക് വേണമെങ്കിൽ അത് തിയറിറ്റിക്കലായിട്ട് കാര്യങ്ങളെല്ലാം പഠിച്ചാലും അല്ലെങ്കിൽ നമുക്ക് ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് അത് പഠിക്കാൻ പറ്റില്ല. നമ്മളത് പുറത്തേക്ക് ഇറങ്ങി അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഡ്രൈവ് ചെയ്യുക അല്ലെങ്കിൽ വാഹനം ഉപയോഗിക്കുക എന്നുള്ള ഒരു കഴിവ് നമ്മളിലേക്ക് എത്തുന്നുള്ളൂ.
അത് ഒരു മുറിക്കകത്ത് ഇരുന്നോ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ ഇരുന്നോ കുറെ പുസ്തകങ്ങളും എഞ്ചിനീയറിംഗും ടെക്നോളജിയും പഠിച്ചത് കൊണ്ട് ഒരു വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയുമെന്ന് ഇല്ല. അപ്പോൾ ആ സ്കിൽ അക്വിസിഷൻ നടക്കുന്നത്, ആ ഒരു കഴിവ് നേടിയെടുക്കുന്നത് സോഷ്യൽ അല്ലെങ്കിൽ സൊസൈറ്റിയൽ എക്സ്പീരിയൻസസിലൂടെയാണ്. സാമൂഹികപരമായിട്ട് ആ വ്യക്തിക്ക് ലഭിക്കുന്ന എക്സ്പീരിയൻസസിലൂടെ ആ ഒരു സ്കില്ലിനെ അക്വയർ ചെയ്യുക. Another point is students get more opportunities by applying learning in practical and real life settings. കുട്ടികൾക്ക് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള സാമൂഹികപരമായിട്ട് അവർക്ക് സമൂഹത്തിൽ നിന്നും കാര്യങ്ങളെ മനസ്സിലാക്കുവാനും പഠിക്കുവാനുമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് കരിക്കുലം ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം പോലീസ് ട്രെയിനിങ് കോളേജുകളൊക്കെ ഉണ്ട്. ആ പോലീസ് ട്രെയിനിങ് കോളേജുകളിലും ഒരു കരിക്കുലം ഉണ്ട്. അത് ഏകദേശം എനിക്ക് തോന്നുന്നു ഈ കമ്മ്യൂണിറ്റി ബേസ്ഡ് കരിക്കുലവുമായിട്ട് വളരെയധികം സാമ്യമുള്ളതാണ്, അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് അപ്രോച്ചാണ് അവിടെ സ്വീകരിച്ചിരിക്കുന്നത്. കാരണം അത് സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രശ്നങ്ങളെ നേരിടേണ്ടിയ ആൾക്കാരാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൃത്യമായ ഇടവേളകളിൽ അവർക്ക് നൽകുന്ന ട്രെയിനിങ്ങുകൾ, ഫിസിക്കൽ ട്രെയിനിങ്ങുകൾ, അതേപോലെ അതിന്റെ കൂടെ തന്നെ നൽകുന്ന മറ്റ് അക്കാഡമിക് പ്രാക്ടീസസ്, ഈ ഏരിയസിലൂടെ എല്ലാം അവർക്ക് പല ഓപ്പർച്യൂണിറ്റി ലഭിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ നോളജ് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പ്രാക്ടിക്കലി അവർക്ക് ലഭിക്കുന്നു. ആൻഡ് ഇറ്റ് പ്രാക്ടീസസ് ത്രൂ റിയൽ ലൈഫ് സെറ്റിംഗ്സ്. റിയൽ ലൈഫ് സെറ്റിംഗ്സിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നു. Some approaches in community-based curriculum are instructional connections, community integration, community participation, and citizen action. These are some of the approaches that used in community-based curriculum. ഒരു ഇൻസ്ട്രക്ഷണൽ കണക്ഷൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുമായിട്ട് കൂടിച്ചേർന്ന് പ്രവർത്തിക്കുക. അതുപോലെ ഒരു സിറ്റിസൺ ആക്ഷൻ, ഒരു പൗരത്വ ബോധം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്യുക. ഇവയൊക്കെയാണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് കരിക്കുലത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. Next is core curriculum. It emphasizes that all students would experience a set of common and essential learning that were necessary for learners to function effectively in society. ഇതുവരെയുള്ള കരിക്കുലർ ടൈപ്സിന്റെ ടൈറ്റിൽ കേൾക്കുമ്പോൾ നമുക്ക് ഏകദേശം എന്താണ് ആ കരിക്കുലം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുമായിരുന്നു. ഇപ്പോ ഈ കോർ കരിക്കുലത്തില് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ കരിക്കുലർ റീജിയനിലും അല്ലെങ്കിൽ ഓരോ കരിക്കുലർ ആസ്പെക്ട്സിലും ആ കുട്ടികൾ പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട കുറച്ച് ഏരിയാസ് ഉണ്ടാവും. അങ്ങനെയുള്ള കോൺസെപ്റ്റുകളെയാണ് കോർ കരിക്കുലം എന്ന് പറയുന്നത്. The core curriculum is organized around the idea of a core as a set of learning essential for all students. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ BEd കരിക്കുലം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ സെക്കൻഡ് സെമസ്റ്റർ BEd കരിക്കുലം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ നിങ്ങൾക്ക് 3 കോർ സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ട്. ഫിലോസഫി ഉണ്ട്, സൈക്കോളജി ഉണ്ട്, അസസ്മെന്റ് ഉണ്ട്. ഈ 3 പേപ്പറുകൾ അല്ലെങ്കിൽ ഈ 3 ഏരിയാസ് എല്ലാ സബ്ജക്റ്റുകാർക്കും ഒരേപോലെ പ്രാധാന്യമുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഓപ്ഷണൽ സ്റ്റുഡൻസ് ആയാലും ശരി, മലയാളം ഓപ്ഷണൽ സ്റ്റുഡൻസ് ആയാലും ശരി, ഫിസിക്കൽ സയൻസോ നാച്ചുറൽ സയൻസോ സോഷ്യൽ സയൻസോ ഏത് ഓപ്ഷൻ ആയാലും ഈ 3 കാര്യങ്ങൾ ഏകദേശം ഒന്ന് തന്നെയാണ്. ഒരു ടീച്ചർ എന്ന നിലയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. എന്ന് വെച്ചാൽ ഫിലോസഫി, സൈക്കോളജി, അസസ്മെന്റ്. ബാക്കി കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഈ 3 നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഏരിയ, ആ ഏരിയയെയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സബ്ജക്ട് ഏരിയാസിനെയാണ് കോർ കരിക്കുലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. It emphasizes on social problems or problems of students, problems of history and social values. It's a curriculum that incorporates various subjects consisting of knowledge, skills, and attitude that have been selected as necessary for those who learn to blend together and all learners must study. It facilitates communication and coordination of projects. It improves economy of time and effort. It improves the probability of success. എല്ലാവരും ഒരേപോലെ തന്നെ മനസ്സിലാക്കേണ്ട, പഠിക്കേണ്ട, തിരിച്ചറിയപ്പെടേണ്ട ഒരു ഏരിയയാണ് കോർ കരിക്കുലം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഹിഡൻ ഓർ ഇംപ്ലിസിറ്റ് കരിക്കുലം. ഈ പറഞ്ഞ പ്രത്യേകിച്ചും മാത്തമാറ്റിക്സ് സ്റ്റുഡൻസ് ആണ് ഇനിയുള്ള ഏരിയാസ് നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടത്. വിച്ച് മീൻസ് നിങ്ങളുടെ മാത്തമാറ്റിക്സ് സിലബസിൽ പറഞ്ഞിരിക്കുന്ന 3 ടൈപ്പ് എന്ന് പറയുന്നത് കോർ കരിക്കുലം, ഇംപ്ലിസിറ്റ് കരിക്കുലം, എക്സ്പ്ലിസിറ്റ് കരിക്കുലം എന്നീ 3 ഏരിയാസ് ആണ്.
ബാക്കി സബ്ജക്റ്റുകളിലാണ് സബ്ജക്ട് സെന്റേർഡും ആക്ടിവിറ്റി ഓറിയന്റഡ്, ചൈൽഡ് സെന്റേർഡ് ഇങ്ങനെയുള്ള കരിക്കുലംസ് ഉള്ളത്. Hidden curriculum, it's also known as implicit curriculum. So another name for the hidden curriculum is unintended curriculum. അതായത് ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിംഗ് എന്ന പ്രോസസ്സും കൊണ്ട് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റീവ്സ് മാത്രം മനസ്സിലാക്കുക എന്നുള്ളതല്ല. ആ ഒരു എഴുതി വെക്കപ്പെടാത്ത അല്ലെങ്കിൽ ഒരു ഹിഡൻ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ മാത്തമാറ്റിക്സ് എന്ന സബ്ജക്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മാത്തമാറ്റിക്സ് സബ്ജക്റ്റിലെ കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഉള്ളിലേക്ക് തൊട്ടടുത്ത സ്റ്റേജസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് കടന്ന് വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ ഒരു കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം കുട്ടികളുടെ ലഭിച്ചു, ആ പ്രോബ്ലത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതി, ആ ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതുമ്പോൾ തന്നെ സെക്കൻഡ് സ്റ്റെപ്പ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുന്നു. ആ ഒരു സ്കില്ല് നേടിയെടുക്കുക എന്നുള്ളതാണ് ഹിഡൻ അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് കരിക്കുലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോ ജനറൽ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പേഷ്യൻസ്, അതായത് സമാധാനപരമായ രീതിയിൽ ചിന്തിക്കാനും മനസ്സിലാക്കാനും സാധിക്കുക എന്നുള്ള കാര്യം, റെസ്പെക്ട് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഈ ഒരു കരിക്കുലത്തിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്കൂൾ കരിക്കുലം, സെക്കൻഡറി സ്കൂൾ കരിക്കുലത്തിൽ എങ്ങും എഴുതി വെച്ചിട്ടില്ല. അത് ഓട്ടോമാറ്റിക്കലി അവിടേക്ക് എത്തുകയാണ്. അധ്യാപകരെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ സൈലന്റ് ആയിരിക്കുക, അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എങ്ങും എഴുതി വെച്ചിട്ടുള്ളതൊന്നല്ല. ആ ഒരു സ്കിൽ അല്ലെങ്കിൽ ആ ഒരു കഴിവുകളെല്ലാം കുട്ടികൾ ഓട്ടോമാറ്റിക്കലി ആ സ്കൂളിംഗ് എന്ന സംഗതിയിലൂടെ മനസ്സിലാക്കി എടുക്കുന്ന സംഗതികളാണ് അല്ലെങ്കിൽ എടുക്കുന്ന ഏരിയാസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഏരിയയാണ് ഹിഡൻ ഓർ ഇംപ്ലിസിറ്റ് കരിക്കുലം എന്ന് പറയുന്നത്. ഇപ്പം മാത്തമാറ്റിക്സിൽ ഈ ഒരു ഏരിയ വന്നതിന് കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ സ്റ്റെപ്സ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിലേക്ക് വരിക. ഒരു കാൽക്കുലേഷൻ ആദ്യത്തെ സ്റ്റെപ്പ് എഴുതി, രണ്ടാമത്തെ സ്റ്റെപ്പ് ഓട്ടോമാറ്റിക്കലി വന്നു. അങ്ങനെ അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു ലെവലല്ല. അതുപോലെ തന്നെ ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു കൃത്യമായ രീതിയിൽ നീറ്റ്നെസ് എന്നൊക്കെ പറയുന്നതെല്ലാം ഒരു ഹിഡൻ കരിക്കുലത്തിലൂടെ കുട്ടികളിലേക്ക് എത്തുന്ന അറിവുകളാണ്. Areas that learned but not openly intended, such as a transmission of norms, values and beliefs conveyed in the classroom and the social environment. ഒരു സാമൂഹിക വ്യവസ്ഥിതിയിൽ കുട്ടികൾ ഒരു ഓപ്പൺലി ഇന്റൻഡഡ് ആയിട്ട് അല്ലെങ്കിൽ അത് പഠിക്കണം എന്ന് വെച്ച് പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് അല്ല ഈ ഹിഡൻ കരിക്കുലം അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് കരിക്കുലം എന്ന് പറയുന്നത്. ആ ഒരു സ്കൂളിംഗ് എന്ന പ്രൊസീജിയറിലൂടെ കുട്ടികളിലേക്ക് എത്തിച്ചേരുന്ന അറിവുകളാണ്. ഇറ്റ്സ് നോട്ട് ഡെലിബറേറ്റ്ലി പ്ലാൻഡ് but may modify behavior or influence learning outcomes. The lessons that arise from the culture of the school and behaviors, attitudes and expectations that characterize the culture. സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ സംസ്കാരത്തെ പറ്റിയുള്ള അറിവ്, നമ്മുടെ ചരിത്രത്തെ പറ്റിയുള്ള ഒരു ബോധം, ഇവയെല്ലാം ഹിഡൻ കരിക്കുലത്തിലൂടെ നമ്മളിലേക്ക് എത്തണം. എല്ലാ കോഴ്സുകൾക്കും അല്ലെങ്കിൽ എല്ലാ ഒരു എഡ്യൂക്കേഷണൽ പ്രോസസ്സിലും ഈ ഹിഡൻ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഹിഡൻ കരിക്കുലം എന്നൊരു ഏരിയാസ് ഉണ്ടാവും. The main factors that including the hidden curriculum are school environment, physical condition, peer influence, teacher-learner interaction, mood of teachers, etc. A hidden curriculum reinforces existing social inequalities by educating students according to their class and social status. An implicit curriculum is one that is crafted within the thinking process of individual teachers but not written down or published and therefore not able to do it. Okay. So ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഹിഡൻ കരിക്കുലത്തിലുള്ളത്. Next is explicit curriculum. It's also known as formal curriculum. An explicit curriculum is one that has been carefully designed, pilot tested and by teachers and students, and then presented or published in the form of curriculum material for teachers and learners. Since it exists in some form of print, it can be replicated by others. കൃത്യമായി എഴുതി തയ്യാറാക്കിയ എല്ലാ തരത്തിലും അംഗീകരിക്കപ്പെട്ട ഒരു ടൈപ്പ് ഓഫ് കരിക്കുലമാണ് എക്സ്പ്ലിസിറ്റ് കരിക്കുലം എന്ന് പറയുന്നത്. ഇപ്പോ 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് എന്ന സബ്ജക്റ്റിൽ എന്തെല്ലാം ഏരിയാസ് പഠിക്കണം, അല്ലെങ്കിൽ സെക്കൻഡറി കരിക്കുലം എന്ന് പറയുമ്പോൾ സെക്കൻഡറി ലെവൽ, അതായത് 8, 9, 10 ക്ലാസ്സുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സുകളിലെ മാത്തമാറ്റിക്കൽ സിലബസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ യു ക്യാൻ സി എ കണ്ടിന്യൂവേഷൻ ഓഫ്
ഏരിയാസ്, ഇത് കണ്ടിന്യൂസ് ഏരിയാസ് ആയിട്ടാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് കൃത്യമായിട്ട് പൈലറ്റ് ടെസ്റ്റഡ് ബൈ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. പൈലറ്റ് ടെസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാക്ട് ക്ലാസ് സ്കൂളിംഗ് എങ്ങനെയാണോ അതുപോലെ ഒരു റിഹേഴ്സൽ പോലെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് കൃത്യമായി പ്രൂവ് ചെയ്തതിനെയാണ് പൈലറ്റ് ടെസ്റ്റർ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ പ്രസന്റഡ് ആൻഡ് പബ്ലിഷ് ഫ്രം ദ ഫോം ഓഫ് കരിക്കുലർ മെറ്റീരിയൽ. എല്ലാ അംഗീകാരങ്ങളോടും കൂടി അല്ലെങ്കിൽ എല്ലാ അനുവാദങ്ങളോടും കൂടി കൃത്യമായ രീതിയിൽ പ്രൂവ് ചെയ്യപ്പെട്ട ഒരു ടൈപ്പ് ഓഫ് കരിക്കുലമാണ് എക്സ്പ്ലിസിറ്റ് കരിക്കുലം. സബ്ജക്ട് that we taught and knowledge and skills that the school expect successful students to acquire. അതായത് സ്കൂളിംഗ് എന്ന പ്രോസസ്സിൽ അല്ലെങ്കിൽ ഒരു സ്കൂളിംഗ് ഇപ്പൊ മാത്തമാറ്റിക്സ് എന്ന സബ്ജക്ട് പഠിക്കുമ്പോൾ അവിടെ അഡീഷൻസ് ഏറ്റവും ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഒരു പ്രൈമറി ലെവലിലേക്ക് എത്തുന്ന ഒരു കുട്ടി ഈ 4 കാര്യങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഒരു പ്രീ പ്രൈമറി അല്ലെങ്കിൽ ഈ ഒരു 4ാം ക്ലാസ് വരെ പഠിച്ച കുട്ടി അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നീ 4 ഏരിയാസ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് അവിടെ ഗ്യാരണ്ടീഡ് ആണ്. ആ എക്സ്പ്ലിസിറ്റ് കരിക്കുലം എന്ന് പറയുന്നത് ഒരു ഫോർമൽ ഒരു ഗ്യാരണ്ടീഡ് കരിക്കുലമാണ്. അപ്പോൾ ആ ഒരു പ്രൈമറി, ലോവർ പ്രൈമറി സ്കൂളിംഗ് കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് ഈ ഒരു സ്കില്ല് നേടിയിരിക്കും. എക്സ്പ്ലിസിറ്റ് കരിക്കുലം ഈസ് വാട്ട് ദാറ്റ് ക്ലാസ് ഈസ് ഡിസൈൻ ടു ടീച്ച്. എന്തൊക്കെയാണ് ഒരു ക്ലാസ് റൂമിൽ പഠിപ്പിക്കേണ്ടത് എന്നതിന്റെ കൃത്യമായ ഒരു മാർഗനിർദ്ദേശമാണ് എക്സ്പ്ലിസിറ്റ് കരിക്കുലത്തിലൂടെ ലഭിക്കുക. എക്സ്പ്ലിസിറ്റ് കരിക്കുലം റെഫേഴ്സ് ടു ഇന്റൻഷണൽ ഇൻസ്ട്രക്റ്റീവ് ടെക്നിക്സ്. കൃത്യമായി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ഇൻസ്ട്രക്ഷണൽ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ലേണിംഗ് പ്രോസസ് ആണ് എക്സ്പ്ലിസിറ്റ് കരിക്കുലം എന്ന് പറയുന്നത്. അത് എല്ലാ സബ്ജക്ട് ഏരിയാസിലും ബാധകമായിട്ടുള്ള ഒരു സംഗതിയാണ് എക്സ്പ്ലിസിറ്റ് കരിക്കുലം എന്ന് പറയുന്നത്. അത് സ്കൂളിംഗ് ഇപ്പൊ ഞാൻ പറഞ്ഞു മാത്തമാറ്റിക്സ് ആണെന്നുണ്ടെങ്കിൽ ആ മാത്തമാറ്റിക്സിൽ പ്രൈമറി ലെവലിൽ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ അഡീഷണൽ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷനും ഒക്കെയാണ്. സെക്കൻഡറി ലെവലിൽ അവിടുത്തെ ഒബ്ജക്റ്റീവ് ചേഞ്ച് ആവും. അപ്പൊ സെക്കൻഡറി ലെവൽ കവർ ചെയ്ത കുട്ടിക്ക് എന്തായാലും ആ ഒരു ഇപ്പൊ ഈ പറഞ്ഞ പെർസെന്റേജസും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാൽക്കുലേഷൻസ് ഒക്കെ ആവും സെക്കൻഡറി ലെവലുണ്ട്. അപ്പൊ ആ ലെവലിൽ കവർ ചെയ്യുമ്പോൾ ആ കപ്പാസിറ്റീസ് ആ കുട്ടികൾക്ക് നേടിയെടുത്തിരിക്കും. അങ്ങനെ നിർബന്ധമായും നേടിയെടുത്തിരിക്കേണ്ട ഏരിയാസിനാണ് എക്സ്പ്ലിസിറ്റ് കരിക്കുലം എന്ന് പറയുന്നത്. It refers to intentional instructive technique. Thank you for listening to the class. Stay home, stay safe. Thank you.